സാധാരണ സ്പൂണാണ്. സുധീഷ്, വേറൊന്നും എനിക്ക് പറയാനില്ലേ? നമസ്കാരം, അജയാണ്. ഫിഷ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കണ്ടോ, നല്ല അടിപൊളി സ്ഥലം. നമ്മൾ ചമ്പക്കുളം ഏരിയയിലോട്ട് പോവാണ്. കുട്ടനാടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. മൊത്തം നെൽപ്പാടങ്ങളും അതിൻ്റെ നടുക്കൂടെ വഴികളും രാവിലത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വൈബാണ്. ആ ഒരു പച്ച കളറും എല്ലായിടത്തും ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഈ നെൽച്ചെടിയിൽ മഞ്ഞുതുള്ളികളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന, അതിലേക്ക് ഈ ഉദിച്ചു വരുന്ന സൂര്യപ്രകാശമൊക്കെ അടിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. ഈ കുട്ടനാട്ടിലെ പ്രത്യേകത ഇതാണ്. ഈ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ നെൽച്ചെടികളാണ്. നെൽച്ചെടികളിങ്ങനെ പച്ച വിരിച്ച് നിൽക്കുന്ന പാടങ്ങളൊക്കെയാണ് ഏറ്റവും പ്രത്യേകത. ഇന്ന് നമ്മൾ ഇപ്പോൾ പോകുന്നത് ചമ്പക്കുളം ഏരിയയിലേക്കാണ്. ചമ്പക്കുളത്തേക്ക് ആറ്റിപ്പോയി കുറേ നേരം കാസ്റ്റ് ചെയ്ത് അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് ഇങ്ങനെ നടക്കാനാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമുക്ക് നേരെ അവിടുത്തെ കാഴ്ചകളിലേക്കൊക്കെ പോവാം. കുട്ടനാട്ടിൽ എല്ലായിടത്തെയും പോലെ ഇവിടെയും കൃഷിയാണ് മെയിൻ, നെൽകൃഷി. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പാടങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ നെല്ല് മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം കാലാവസ്ഥയൊക്കെ ഇത്രയും മോശമായതുകൊണ്ട് എല്ലാം താമസിച്ചാണ്. തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷം. ആൾക്കാർ നെല്ലിനിടയിൽ കളപറിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കല്ലേമുട്ടിയൊക്കെ കിടന്ന് മറിയുന്നുണ്ട്. ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്താൽ. നമ്മൾ ഈ പാടവരമ്പത്തൂടെ ഒറ്റ നടപ്പാണ് കേട്ടോ. നല്ല സ്പോട്ട്, ആഴമുള്ള ഭാഗമൊക്കെ നോക്കി. ഇത് കണ്ടോ, കൂടെയുള്ള സുധീഷാണ്. സുധീഷിന് ഒരു ചാനലൊക്കെ ഉണ്ട്, ഫിഷിംഗ് അഡിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. വീഡിയോസ് കയറി നോക്കാം, ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം പുള്ളി കാസ്റ്റിംഗ് ആണ്. വാളയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. സ്പൂണും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടി തുടങ്ങാം. ഇവിടാകുമ്പോൾ വലിയ ഇത് കാണില്ല, തണലാണ്, ചൂടൊന്നുമില്ല. എത്ര നേരം താമസിച്ചാലും നല്ല കാറ്റൊക്കെ കൊണ്ടിരുന്ന് കാസ്റ്റ് ചെയ്യാം. ഇവിടെ നിന്നാണോ? അഞ്ചെന്തര ഇവിടെ താറാവൊക്കെ റെസ്റ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴത്തെ ഓടി. താറാക്കൂട്ടം. ഇത് നോക്കാനാരുമില്ലടാ? നോക്കാനാരുമില്ലേ? അയ്യോ, ആരെയെന്ന് അറിയത്തില്ലേ? ഓ എന്താ പൊന്നോ, ഒരു രക്ഷയില്ല. നമ്മുടെ സാധാരണ സ്പൂൺ സ്പ്ലിറ്ററിങ് ഒക്കെ സെറ്റ് ചെയ്ത് ഇതിട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് കുറുവയാണ് കൂടുതലും വാളയ്ക്ക് താല്പര്യമുള്ള മീൻ. അപ്പോൾ അതുള്ളിടത്താണ് കൂടുതൽ. അതുകൊണ്ട് ഇതാണ് വാളയ്ക്ക് എഫക്റ്റീവ്. അടി ചേർത്ത് വലിച്ചാൽ മതി, അതാണ് പരിപാടി. അടിച്ചടാ. അത്യാവശ്യം സൈസുള്ളതാണെന്ന് തോന്നുന്നു. വാള 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 വാള. യെസ്. അതെ, ഞാൻ നമുക്ക് രാവിലെ ഒരു ചെറുത് അടിച്ചിട്ടുണ്ട്. വലിയ സൈസൊന്നും കാണില്ല, 1 കിലോ ആണ്. നല്ലൊരു സ്ട്രൈക്കാണ്. ചെറുതോ. സുധീഷ് കൊണ്ടുവന്നൊരു വലയാണ്. മീൻ കിടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ട് കേട്ടോ, എന്തായാലും ഒക്കെ കെട്ടിയിടാം. അടുത്തടിച്ചോളാം. അടുത്ത മീൻ. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. ചെറുതാ, എന്നാലും കുഴപ്പമില്ല. മറ്റേ ആദ്യം കിട്ടിയതിനെ കടിച്ചിട വലുതാ.
വീണ്ടും ഇങ്ങനെയാണെ ഞാൻ നിൽക്കത്തില്ല, ഞാൻ വീട്ടിൽ പോകാൻ. നീ അങ്ങനെ പഴയ പോവാ നിൽക്കുന്നത്, എനിക്കൊരു സ്ട്രൈക്ക് കിട്ടും. നീ ഇവിടെ നിന്ന് എറിഞ്ഞോ. ഞൊട്ടവാളയല്ല കഴിഞ്ഞിട്ട് ഇപ്പൊ അത്യാവശ്യം സൈസുള്ളതൊക്കെ കയറി തുടങ്ങി. യെസ് പൊളി. ആ ഒരുപാട് സ്പീഡ് വലിക്കാം. അടിച്ചോ? ഉടക്കാടാ ഉടക്കാടാ. ആ അടുത്ത മീൻ അടിച്ചാ. നീ അങ്ങനെ പറയരുത്, ഇത് അത്യാവശ്യം സൈസ് ഉണ്ട്. ചെറുപറാന്ന് വാള അടിച്ച് കയറ്റിയ 4ാമത്തെ വാള കയറിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇവിടെ നിന്ന് കയറുന്നതിൽ അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ് കേട്ടോ. 4ാമത്തെ കൊമ്പൻ. അടിച്ചടാ അടിച്ചടാ. ഹെവിയാടാ. ഹെവി ഹെവി. ഈ ക്യാമറ എടുത്ത് പിടിച്ചേ. എന്റെ മോനെ സീ, ഞാൻ പൊക്കോട്ടെ വീട്ടിൽ. ആ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എന്തുവാ ഇത്? ചിലർ വരുമ്പോൾ അങ്ങനെയാണ്, ചിലർ വരുമ്പോൾ ചരിത്രം മാറും. അയ്യോ സൈഡിലൊന്നല്ല. എന്റെ ഗ്രിപ്പർ ഇട്ടെടുത്താൽ മതി, പൊക്കിയാൽ മതി. എന്നതാ ഇത്? ആദ്യമായിട്ടാണ്. പോത്തില്ലല്ലേ? അവൻ പിടിച്ച് ഒന്നാക്കി പിടിച്ച് കേട്ടോ. ആ മീൻ കണ്ടോ, അത്ര സാധനം കൊമ്പൻ. ഹെവി ഒരു വാള. ഞാൻ ബോണിൻ്റെ റോഡ് ഒരുപാട് മീൻ പിടിച്ചു, കണ്ടവാനം മീൻ പിടിച്ചു. പക്ഷേ ഈ വാളയൊക്കെ കയറാൻ എനിക്ക് തോന്നുന്നു 3 മിനിറ്റ് തികച്ചെടുത്തില്ല. അതിന് മുന്നേ അതിങ്ങ് കയറി അമ്മാതിരി പിടുത്തം നമ്മൾ പിടിച്ചത്. പക്ഷേ ലൈനും എല്ലാം അതുപോലെ സ്ട്രോങ് ആണ്. പക്ഷെ റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. അത്രയും മുതൽ മുടക്കിയാലും ഒരു മുതലാണ് റോഡ്. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹം, ഒരു ഹെവി വാള. നമ്മളെ ചെറുക്കനെ അവനാകെ എക്സൈറ്റഡ് ആയി നിൽക്കുക ആളെ കണ്ടിട്ട്. എങ്ങനെയുണ്ടാ വാള ചാകരയായിരുന്നു. അപ്പൊ മച്ചാവരെ പൊളി ഡേ. വാള കണ്ട, ചെറുപറ വാള. ആ വാള ഇവിടെ നിന്ന് പൊക്കിയടാ. ഏറ്റവും വലിയ കിട്ടിയപ്പോഴത്തെ മാറ്റിയെല്ലാം ചെറുതായി. പക്ഷെ അത് വിളിച്ചപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. 2 ചെറിയ വാളെ പിടിച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേന്
ഓരോന്നടിക്കുന്നവർ ഹെവി അടിച്ചുകൊണ്ടിരിക്കുന്നത്. വലിച്ചിങ്ങ് കയറ്റുമായിരുന്നു. കണ്ടോ കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഹെവി. നമ്മുടെ 5 എണ്ണം അടിച്ചു. പൊളി സാധനം. ഇങ്ങനെയുണ്ട് സുധീഷ്. വേറൊന്നും എനിക്ക് പറയാനില്ലേ? ഓക്കെ, അപ്പോൾ അതെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിലൊരു വാളയും കൊണ്ടൊരു കുക്കിംഗ് ഒരു സർപ്രൈസ് വീഡിയോ ഉണ്ട്, അത് അടുത്ത വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ചാനൽ കാര്യം മറക്കണ്ട, എല്ലാവരും നോക്കുക.